ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കേരളക്കരയിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തുന്ന കാലഘട്ടം, അതിനോട് ചേർന്നു നിൽക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ശൂരനാട്ട് കുഞ്ഞമ്പിള്ള രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ കിട്ടും. അവര് പറയുന്നുണ്ട്, 5-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 6-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും നമ്മുടെ കേരളത്തിൽ വേണ്ടയളവിൽ ധാർമ്മികത ഉണ്ടായിരുന്നില്ല. ധാർമ്മിക മൂല്യങ്ങൾ എന്താണെന്നോ അവയുടെ പ്രാധാന്യം എന്താണോ എന്നോ ആ കാലഘട്ടത്തിലെ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയുമായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് കേരളക്കരയിലേക്ക് മഹാന്മാരായ നേതാക്കന്മാരിലൂടെ വിശുദ്ധ ഇസ്ലാമാകുന്ന വെളിച്ചം കടന്നു വരുന്നത്. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് ഇത് ഭ്രാന്താലയമാണ് എന്നായിരുന്നു. സ്വാമിജി കേരളത്തിൽ അന്ന് തെക്കൻ കേരളത്തിൽ സന്ദർശിച്ച സമയം കണ്ട കാഴ്ചകൾ, ആ കാഴ്ചകൾ മനുഷ്യർ വിവിധ തട്ടുകളിലായി മാറുകയും അതിന്റെ ദുരിതവും ദുരന്തവും അനുഭവിച്ചതുകൊണ്ടാണ് അവര് പറഞ്ഞത് എന്ന് കുറെ ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വേറെ ഒരു വ്യാഖ്യാനം സ്വാമിയുടെ ഈ പ്രയോഗത്തെക്കുറിച്ച് പറയുന്നത്, സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന സമയം ജാതീയത കൊടികുത്തി വാഴുകയും അതിന്റെ പ്രയാസങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്തിരുന്ന സമയത്തു തന്നെ ഇവിടെ കുറെ ആളുകൾ നേരത്തെ ഉണ്ടായിരുന്ന പതിതാവസ്ഥയിൽ നിന്ന്, പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്ന് അവര് ഉയർന്നു വരുന്ന ഒരു കാഴ്ച കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങാടിയിലേക്ക് വെളിച്ചത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ജനവിഭാഗങ്ങൾ ജാതീയമായി പിന്നാക്കം നിന്നതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി ഇരുട്ടിന്റെ മറവിൽ മാത്രം മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങാൻ വിധിക്കപ്പെട്ട മനുഷ്യർ, അവര് ചെറിയ കുറ്റിക്കാടുകളിൽ കഴിഞ്ഞുകൂടുകയും എലിയെയും പെരിച്ചാഴിയെയും ഒക്കെ ഭക്ഷണമാക്കുകയും അങ്ങനെ കിട്ടുന്ന വസ്തുക്കളെല്ലാം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലത്ത് ഏകദേശം ഇതിനോട് ചേർന്നു നിൽക്കുന്ന ആളുകൾ തന്നെ അങ്ങാടികളിൽ വരുന്നു, സമൂഹവുമായിട്ട് ഇടപെടുന്നു. അവര് വളരെ നല്ല രൂപത്തിൽ മുഖ്യധാരയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ സ്വാമി വിവേകാനന്ദൻ അന്വേഷിച്ചു അത്രേ, ഇതെന്താണ് ഈ സംഗതി എന്ന്. ആരോ പറഞ്ഞുകൊടുത്തു, അവർ പൊന്നാനിയിൽ പോയി തൊപ്പിയിട്ടതിന്റെ ഫലമായിട്ട് അവർക്ക് സാമൂഹിക അംഗീകാരം ലഭിച്ചതാണ് എന്നായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് സ്വാമി ഇതെന്തു ഭ്രാന്താണ് എന്ന് ചോദിച്ചത് എന്ന് ചരിത്രകാരന്മാരിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗം ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നിടത്ത് ഇസ്ലാമിക സമൂഹം ഉയർത്തിയ ഏറ്റവും വലിയ വളരെ പ്രധാനപ്പെട്ട ആശയം, അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുത്ത മാതൃക മനുഷ്യനെ ഉയർത്തുക എന്നതായിരുന്നു. ജാതിയുടെ, മതത്തിന്റെ അല്ലെങ്കിൽ ജാതീയമായ വേർതിരിവുകളിൽ നിന്ന് മനുഷ്യനെ കണ്ടെത്തുകയും അന്നാസു മഅദിനു കമഅദിനി ദഹബി വൽ ഫിദ്ദ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സന്ദേശം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു ഇസ്ലാം ചെയ്തിരുന്നത്. മനുഷ്യനാണ് ലോകത്ത് സ്വർണവും വെള്ളിയും കുഴിച്ചെടുക്കുന്ന ഖനികൾ പോലെ മൂല്യമുള്ള വസ്തുവാണ് മനുഷ്യൻ. അവരെ നിങ്ങൾ വേർതിരിച്ചു നിർത്താൻ പാടില്ല എന്ന സന്ദേശം അത് കേട്ടപ്പോൾ
കേരളത്തിൽ അതിന്റെ ഒരു വലിയ പ്രതിധ്വനി രൂപപ്പെടുകയായിരുന്നു. അങ്ങനെ മനുഷ്യർ അവര് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയും മനുഷ്യരായി അവർക്ക് അംഗീകാരം ലഭിക്കുകയുമായിരുന്നു. നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മനുഷ്യൻ വീണിടത്ത് നിന്ന് അവന് ഉയർന്നു വരാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ മനുഷ്യനെ കണ്ടെത്തുകയും അവനെ ഉയർത്തുകയും അവനെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം, ഈ സമൂഹത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടിയിരുന്നത് അറിവായിരുന്നു. നമ്മളിലേക്ക് കടന്നു വന്ന ഈ ഒരു വലിയ മുൻഗാമികളായ നേതൃത്വം അവര് സമൂഹത്തിന് ആവശ്യമായ അറിവുകൾ പകർന്നു നൽകുകയും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ അറിവ് അത് പുസ്തകങ്ങളായി കിതാബുകളായിട്ട് മറ്റു ദേശങ്ങളിലേക്കും രാജ്യത്തിന് പുറത്തേക്കും ഒഴുകുന്നിടത്തുവരെ അന്നത്തെ നമ്മുടെ അറിവിന്റെ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ പൊന്നാനി അന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവന്വേഷകരുടെ കേന്ദ്രവും മഖ്ദൂമുമാരാകുന്ന പണ്ഡിതന്മാർ ദർസ് നടത്തി ലോകപ്രശസ്തമായ പ്രദേശവും ആയിരുന്നു. കടൽ കടന്ന് ധാരാളം ആളുകൾ ആ കാലഘട്ടത്തിൽ പൊന്നാനിയിലേക്ക് വരികയും നമ്മുടെ നാട്ടിൽ നിന്ന് അറിവ് നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരായ മനുഷ്യർക്ക് വാമൊഴിയായിട്ട് അവര് മലയാളത്തിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ മലയാള ലിപി കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലം, ആ കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികളായ ആളുകളിലൂടെ കേരളത്തിന് ലഭിച്ച, മലയാളത്തിന് ലഭിച്ച വളരെ വിശേഷപ്പെട്ട ഒരു സൗഭാഗ്യമാണ് അറബ് മലയാളം എന്ന് പറയുന്ന ഒരു പുതിയ ലിപി തന്നെ രൂപമെടുക്കുന്നത്. മലയാളത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെ അറബ് ഭാഷയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഷയാക്കിയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തുന്ന സമയം നമ്മുടെ നാട്ടിൽ മലയാളത്തിന് ലിപി വന്നിട്ടുണ്ടായിരുന്നില്ല. മലയാളത്തിന് ലിപി അന്ന് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ കാലത്ത് സമൂഹത്തെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ലിപിയുള്ള ഒരു ഭാഷ തന്നെ നമ്മുടെ മുൻഗാമികളാൽ നൽകപ്പെടുകയായിരുന്നു. ഇസ്ലാം ഈ നാടിന് നൽകിയ വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് എണ്ണി നോക്കിയാൽ തീരാത്തയത്രയും ഒരുപാട് അത് പരന്നു കിടക്കുന്നതുണ്ട്. ആ ഭാഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മുസ്ലിം സമൂഹത്തിന് കേരളക്കരയിലേക്ക് അവരെത്തിയ കാലഘട്ടം മുതൽ ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും, മുസ്ലിമീങ്ങൾ അടക്കമുള്ള ആളുകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സംരംഭം എന്ന വ്യാജേന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തെറ്റായി അവതരിപ്പിക്കുന്ന ഒരു പ്രവർത്തനം കൂടെ അതിന്റെ കൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പുറത്തു നിർത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ അത് ശരിയല്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പാഷാണത്തിൽ പൊതിഞ്ഞ ഈ ടീം പുറത്തേക്ക് വന്നതും പ്രവർത്തിച്ചതും. ഈ ഒരു ഘട്ടത്തിലാണ് 1925 ഒരു അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കുകയും 1926 ജൂൺ 26 ബഹുമാന്യരായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം കോഴിക്കോട് കേന്ദ്രമായി പിറവിയെടുക്കുകയും ചെയ്യുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിറവിയെടുക്കുന്ന സമയം അന്ന് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ വെല്ലുവിളി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേട്ടതുപോലെ സമൂഹത്തിൽ മാലിക്കുദ്ദീനാർ തങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത ആ ഒരു നവോത്ഥാനത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വലിയ മുന്നേറ്റത്തിന്റെ ആ പ്രവർത്തനങ്ങൾ അതിനെ മെല്ലെ മെല്ലെ തച്ചുകെടുത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അതിന്റെ കൂടെ തന്നെ മുസ്ലിമീങ്ങളുടെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, അവര് നമ്മുടെ സമൂഹത്തെ തെറ്റിന്റെ വഴിയിലേക്ക്
ബിദ്അത്തിന്റെ വഴിയിലേക്ക് അവര് മെല്ലെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു രണ്ടാമത് നമ്മൾ ഈ സമയത്ത് കണ്ടത്. ഈ രണ്ടു കാര്യങ്ങളിലും പണ്ഡിതന്മാർക്ക് അവരുടെ റോൾ നിർവഹിക്കാനുണ്ട്. സമൂഹത്തെ നേരിന്റെ വഴിയിലേക്ക്, നന്മയുടെ വഴിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് ബോധ്യമായപ്പോഴാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളും സയ്യിദ് കുടുംബത്തിലെ, സാദാത്ത് കുടുംബത്തിലെ കാരണവരുമായ സയ്യിദ് ബാഅലവി മുല്ലക്കോയ തങ്ങളവർകൾ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളവർകൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപമെടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ അന്ന് രൂപമെടുത്ത ഇസ്ലാമിക സമൂഹത്തിലെ ആദ്യത്തെ തന്നെ ആദർശപരമായ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ വഅദ് പറഞ്ഞും ചെറുതും വലുതുമായ സമ്മേളനങ്ങൾ നടത്തിയും ഫത്വകൾ കൊടുത്തും അതുപോലെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങളെല്ലാം നൽകിക്കൊണ്ടായിരുന്നു നമ്മെ ആദർശത്തിന്റെ വഴിയിൽ അവർ പിടിച്ചു നിർത്തിയത്. അഹ്ലുസ് വൽ ജമാഅ എന്ന് പറയുന്ന ഈ ആദർശമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമെന്ന് നമുക്കറിയാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്, വിശുദ്ധമായ ഖുർആന്റെ ആശയങ്ങളാണ്. ആ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രസരിച്ചത് അത് നേരിൽ കണ്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, ആ സ്വഹാബാക്കളെ കണ്ട് അവരിൽ നിന്ന് ഇസ്ലാമിനെ കാണുകയും പഠിക്കുകയും ചെയ്ത താബിയുകളും താബിയുകളും അടങ്ങുന്ന മഹാന്മാരായ ആളുകൾ അവര് കാണിച്ചു തന്ന ഇസ്ലാമിന്റെ പാതയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ ഒരു വഴി, ഇസ്ലാമിന്റെ തനതു രൂപം. അഹ്ലുസുന്ന വൽ ജമാഅയെ ആ കാലഘട്ടത്തിൽ തന്നെ ആളുകൾ വിളിച്ച പേരാണ് സുന്നി എന്ന് പറയുന്ന പേർ. അഹ്ലുസുന്ന വൽ ജമാഅയെ ആ കാലഘട്ടത്തിൽ മഹാന്മാരായ മുൻഗാമികളായ ആളുകളുടെ കാലത്തു തന്നെ വിളിച്ചിരിക്കുന്ന പേരാണ് സുന്നി എന്ന് പറയുന്ന പേർ. ഇന്ന് നാം അറിയപ്പെടുന്ന ഈ പേർ സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമടക്കമുള്ള കാലത്ത് വളരെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബൂ ഉസ്മാൻ തങ്ങളെ ഒരിക്കൽ കാണുന്നുണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ്. അവര് അബൂ ഉസ്മാൻ തങ്ങളെ കാണുകയാണ്, ഷാഫിഈ ഇമാമിന്റെ മകനെ അവർ കാണുകയാണ്. കാണുന്ന സമയത്ത് ചേർത്തു പിടിച്ചുകൊണ്ട് 3 കാര്യങ്ങൾ ആ സമയത്ത് പറയുന്നുണ്ട്. മോനെ, നിങ്ങളെ ഞാൻ 3 കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു. നിങ്ങളെ ഞാൻ 3 കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെടുന്നു. ഒന്നാമത്തെ കാരണം, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ്, നിങ്ങൾ അഹ്ലുബൈത്തിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് മോനെ, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബൂ ഉസ്മാനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ ആദ്യമായി ചേർത്ത് പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞിരുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ബാപ്പ എന്റെ ഉസ്താദാണ്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു രണ്ടാമത്തെ പ്രയോഗമുണ്ടായിരുന്നത്. മൂന്നാമത് പറഞ്ഞ കാര്യം, നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ 2 മികച്ചു നിൽക്കുന്നത് നിങ്ങൾ സുന്നിയായതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തോട് ചേർന്നു തന്നെ ഇവിടെ ഖവാരിജുകളും മുഅ്തസിലത്തുമൊക്കെ രൂപമെടുത്തിട്ടുണ്ടായിരുന്നു. അവർ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുകയും സമൂഹത്തിൽ വികലമായ ആശയഗതികൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്
യഥാർത്ഥ വിശ്വാസികൾ അവരെ സ്വയം വിളിച്ച പേരാണ് സുന്നി എന്ന് പറയുന്ന പേർ. ഈ പേരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ മകൻ അബൂ ഉസ്മാനോട് പറയുന്നത്, മോനെ, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നതിന്റെ മൂന്നാമത്തെ കാരണം നിങ്ങൾ സുന്നിയായതുകൊണ്ടാണ്, നിങ്ങൾ സുന്നിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നത്. ഈ ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പ്രവർത്തനം നമ്മുടെ കേരളക്കരയിൽ ആരംഭിച്ച സമയം, കേരളക്കരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമയിലൂടെ ആരംഭിച്ച ആ കാലഘട്ടത്തിലും ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെയും എല്ലാവരും വിളിച്ച പേരാണ് സുന്നി എന്ന് പറയുന്ന പേർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശ പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ വന്ന ആളുകൾ അവരിതുവരെ സമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ തന്നെയാണ്. സമൂഹത്തെ തെറ്റിലേക്ക് വഴി നടത്താൻ വേണ്ടിയിട്ട് വായിൽ വരുന്നത് വിളിച്ചു പറയുന്ന ആളുകളായിട്ട് അവരുടെ നേതാക്കന്മാർ മാറിയ ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇസ്ലാം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് അതെത്തിയത്? നമ്മുടെ മുൻഗാമികളുടെ പരമ്പരകളിലൂടെയാണ്. ആ മുൻഗാമികളെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഇസ്ലാം പുൽകാൻ കഴിയില്ല. ഇസ്ലാമിലേക്ക് മനുഷ്യൻ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പേ നടന്നുപോയ ആളുകളെ ചേർത്തു പിടിച്ച് ആ ചങ്ങലയിലെ കണ്ണിയായി നമ്മൾ മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ മുൻഗാമികളായ മുഹാജിറും അൻസാറും സഹാബാക്കളിൽപ്പെട്ട മക്കക്കാരായ ആളുകളും മദീനയിൽ അന്നുണ്ടായിരുന്ന മദീനക്കാരായ തദ്ദേശീയരായ ആളുകളും സഹാബാക്കൾ അൽ മുഹാജിറൂന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരെ കണ്ടും കേട്ടും അവരെ പഠിച്ച മഹാന്മാരായ പിൻഗാമികളായ ആളുകൾ അവര് കാണിച്ചു തന്നതിനനുസരിച്ചു കൊണ്ടാണ് ഇസ്ലാമിക ലോകം രൂപപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളിൽ ഖുത്ബയോദാൻ മിമ്പറിലേക്ക് കയറിയ ഖത്തീബുമാർ, ആ ഖത്തീബുമാരുടെ കയ്യിൽ ഒരു ചെറിയ ഊന്നുവടി അവര് പിടിച്ചത് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഈ ഒരു ഊന്നുവടി നമ്മുടെ ഖത്തീബുമാരുടെ കയ്യിലേക്ക് വരുന്നത്? ആദ്യമായി ഇങ്ങനെ ഒരു വടി പിടിച്ച് അതുപോലെയുള്ള ഒരു ചെറിയ സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് മിമ്പറിലേക്ക് കയറിയത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. മദീനയിൽ അവര് മസ്ജിദുൻ നബവിയിൽ ഖുത്ബയോതുന്ന സമയത്താണ് തന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ പിടിച്ചുകൊണ്ട് ആ മിമ്പറിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറുന്നത്. അതേ വാള് പിടിച്ചുകൊണ്ട്, അതേ വടി പിടിച്ചുകൊണ്ടാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിച്ച അത് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് എത്തുകയാണ്. അവരത് ഉപയോഗപ്പെടുത്തി മിമ്പറിലേക്ക് കയറുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഇതേ വടി പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ മിമ്പറിൽ കയറി ഖുത്ബയോദിയത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അന്നുണ്ടായ ചെറിയ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് അതിന് പൊട്ട് വരുന്നുണ്ട്, അതിനൊരു ചതവ് വരുന്നുണ്ട്. ആ സമയത്ത് അത് തന്നെ ഒന്ന് വെച്ചു കെട്ടിയിട്ട് അതിനെ ഒന്ന് വിളക്കി ചേർക്കാൻ ചെറിയ ചില സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പിടിച്ച് മിമ്പറിലേക്ക് കയറുകയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. മുത്തുനബിയിൽ നിന്ന് അങ്ങനെ കിട്ടിയ ഈ ബാറ്റണാണ് നമ്മുടെ പള്ളികളിൽ ഖത്തീബുമാരുടെ കയ്യിൽ അവര് പിടിക്കുന്ന ഈ വിശേഷപ്പെട്ട വടി പോലുമെങ്കിൽ എല്ലാം ഒന്നിനു പിറകെ ഒന്നായിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബാക്കളിലേക്ക്, താബിയുകളിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു കർമ്മങ്ങളും വിശ്വാസവും അതിന്റെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുകയും കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളാണ് സുന്നികളെന്ന് പറയുന്ന വലിയ ജനവിഭാഗം. നോക്കൂ, നമ്മള് റമദാൻ മാസത്തിൽ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളികളിൽ 20 റക്അത്ത് നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതു കണ്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അത് പിന്നെ നടപ്പിലാക്കുന്നത് മുത്തുനബിയിൽ നിന്ന് കണ്ടതുപോലെ തന്നെ നടപ്പിലാക്കുകയായിരുന്നു. അതേ രൂപത്തിൽ തന്നെ അത് നടപ്പിലാക്കിയപ്പോൾ ലോകത്തെല്ലായിടത്തും അത് 20 റക്അത്ത് തറാവീഹും അതിന്റെ ശേഷം വിത്റുമായിട്ട് ജനം ആചരിച്ചു വരികയാണ്. രണ്ടു ഹറമുകളിലും 2020 കോവിഡ് കാലം വരെ 10 20 ശേഷം വിത്റ് 3 റക്അത്തും നിസ്കരിക്കുന്ന രൂപത്തിൽ തന്നെയായിരുന്നു ആ രണ്ട് ഹറമുകളിലും റമദാൻ മാസത്തിലെ ഈ വിശേഷാൽ നിസ്കാരം നമ്മൾ കണ്ടത്. അത് മുത്തുനബിയിൽ നിന്ന് കണ്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് നമുക്കത് ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തന്നതും നമ്മെ പഠിപ്പിച്ചു തന്നതും. അത് അതുപോലെ നടപ്പിലാക്കുകയായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ വരികയായിരുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ, നമ്മൾ കാണുന്ന ഏതേതു പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം നമ്മുടെ മുൻഗാമികളായ ആളുകൾ പരമ്പരകളായി നമ്മളിലേക്ക് അങ്ങനെ കൈമാറി വന്നപ്പോൾ അതിനെ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു ജനവിഭാഗത്തെ ഇവിടെ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നോക്കൂ, നമ്മൾ ഈ ആദർശത്തിന് വേണ്ടിയുള്ള വലിയ സാഹസമാണ്, വലിയ പ്രവർത്തനങ്ങളാണ് സമസ്തയുടെ നേതൃത്വത്തിൽ കേരളക്കരയിൽ കഴിഞ്ഞ 100 വർഷമായി നടത്തി വന്നിട്ടുള്ളത്. അതിൽ വാദപ്രതിവാദങ്ങളുണ്ട്, അതിൽ ഖണ്ഡന പ്രസംഗങ്ങളുണ്ട്, അതിൽ പുസ്തകങ്ങളും ലഘുലേഖകളും വാരികകളും മാസികകളും അടങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഒരു സമൂഹത്തെ ജീവനുള്ള വിശ്വാസികളായിട്ട്, ജീവസുറ്റ ഒരു പ്രസ്ഥാനമായിട്ട് മാറ്റിയെടുക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അതതു കാലത്ത് വേണ്ടയളവിൽ അത് സമൂഹത്തിന്റെ മുമ്പിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടന്നു വരികയായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ ആ പ്രവർത്തനങ്ങളുടെ ശരിയായ ഇന്നത്തെ കാലത്തേക്ക് വേണ്ട പതിപ്പുകൾ, നവോത്ഥാന സംരംഭങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ആദ്യം ഈ ദൗത്യം സമൂഹത്തിൽ നടപ്പിലാക്കാൻ സമസ്ത ഏൽപ്പിച്ചിരുന്നതും അല്ലെങ്കിൽ സമസ്തയിൽ നിന്ന് ഈ ദൗത്യം ഏറ്റെടുത്ത് നടത്തിയതും 1954 മുതൽ സുന്നി യുവജന സംഘമെന്ന നമ്മുടെ ബഹുജന കൂട്ടായ്മയായിരുന്നു. 2015 മുതൽ കേരള മുസ്ലിം ജമാഅത്ത് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തങ്ങനെ പോരുകയാണ്. രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് മദ്രസകളും കോളേജുകളും അതുപോലെ മറ്റു സംവിധാനങ്ങളും ദർസുകളും എല്ലാം നടത്തുകയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഈ പ്രസ്ഥാനം. അങ്ങ് രാജ്യത്തിന്റെ ഏറ്റവും അറ്റത്ത് ഹിമാലയത്തിന്റെ താഴെ നൈനിറ്റാളിൽ ഉയർന്നു നിൽക്കുന്ന പള്ളി മുതൽ ഇങ്ങ് തെക്കേ അറ്റത്ത് കേരളത്തിന്റെ ഏറ്റവും തെക്കേ ഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന പള്ളികൾ വരെ മുസ്ലിം ജമാഅത്തിന്റെ SYSന്റെ നേതാക്കന്മാർ ഇന്ന് സ്ഥാപിക്കുകയും സമൂഹത്തിന് നിസ്കരിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആവശ്യമായ രൂപത്തിൽ, ശരിയായ രൂപത്തിലുള്ള വിശുദ്ധമായ ഇസ്ലാമിന്റെ ആ തനിമ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഈ ഓരോ കാലത്തും
ജനങ്ങൾ തെറ്റിലേക്ക് പോകുമ്പോൾ ചിലപ്പോ അവര് തെറ്റിദ്ധരിച്ചു പോകുന്നതാകാം, ചിലപ്പോ ആരെങ്കിലും അവരെ വഴികേടിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നതാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയം, ആ സമയത്ത് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പൊതുവായ കാര്യങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകന്മാർ, നമ്മുടെ നേതാക്കന്മാർ ഇറങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമാണ് 25 കൊല്ലം മുമ്പ് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒന്നാമത് കേരള യാത്രയും രണ്ടാമത് 2012 നടത്തിയ കേരള യാത്രയും ഇപ്പോൾ കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ ഉള്ളാളിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ കേരള യാത്രയടങ്ങുന്ന ഈ വലിയ സംവിധാനങ്ങൾ, ഈ ഒരു പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് എന്ന കാര്യം നമ്മളെല്ലാവർക്കും നമുക്കറിയാം, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഈ പ്രസ്ഥാനം ഇനിയും നൂറ്റാണ്ടുകൾ അല്ല സഹസ്രാബ്ദങ്ങളായിട്ട് വീണ്ടും മുന്നോട്ട് പോവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുകയും അതിനാവശ്യമായ പിന്തുണ ഈ നമ്മുടെ നേതൃത്വത്തിന് നമ്മൾ നൽകുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് കിട്ടാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം നേരത്തെ പറഞ്ഞ തീവ്രവാദ ചിന്ത ഉള്ള ആളുകളെ, അവര് ഏത് പാർട്ടിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ കൂട്ടുപിടിക്കുന്നത് കൊണ്ട് വലിയ അപകടമാണ് ഈ രാജ്യത്തുണ്ടാവുക. അതുവഴി കേരളത്തിൽ ഇതുവരെ അന്യമായിരുന്ന തീവ്രവാദം കേരളത്തിലേക്ക് കൂടി കടന്നു വരാനും ശക്തിപ്പെടാനും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇത്തരം സമീപനം കാരണമായേക്കാം എന്ന ഭയം ഈ പ്രസംഗത്തിന്റെ അവസാനമായി നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട്, അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ വഴിയിൽ മുന്നേറുന്നവർ ആരാണ് പ്രിയപ്പെട്ടവരെ? മനുഷ്യർക്കുടെ കഴിവിൽ പെട്ട കാര്യങ്ങൾ മനുഷ്യരോട് മാത്രമേ ചോദിക്കാവൂ, മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങളെ ദൈവത്തോട് ചോദിക്കാവൂ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മളവരെ പറ്റി മുശ്രിക്കാണെന്ന് പണ്ട് പറയാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം അള്ളാഹുവിനോടെ ചോദിക്കാവൂ എന്ന് പറയുന്ന സുന്നികളെ മുശ്രിക്കാക്കുന്ന തലത്തിലേക്ക് അവരെത്തിച്ചേർന്നു എന്നതാണ് വസ്തുത. അള്ളാഹുവിനോടാണ് നമ്മളെല്ലാം ചോദിക്കേണ്ടത് എന്നും എല്ലാം തരുന്നതും അള്ളാഹു തആലയാണ് എന്നതുമാണല്ലോ ശരിയായ ഇസ്ലാമിക വിശ്വാസം. അവിടെ മനുഷ്യന്റെ കഴിവിൽ പെട്ടതും പെടാത്തതും എന്ന വിഭജനമേയില്ല. ഇത് മഹാന്മാരാരും അത്തരം ഒരു വിഭജനം പഠിപ്പിച്ചിട്ടേയില്ല. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ഈ തൗഹീദിൽ തന്നെ വെള്ളം ചേർത്തിരിക്കുകയാണ്. മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ദൈവത്തിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് അമ്പിയാക്കന്മാരെയാണ്. ആ അമ്പിയാക്കന്മാർ ഒരിക്കലും സാധാരണക്കാരെ പോലെയല്ല, അവർ ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. എന്നാൽ അത്തരം അമ്പിയാക്കന്മാരെ സാധാരണക്കാരായി മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന വിഭാഗങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ, ഈ നിയമങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ച നമ്മുടെ മദ്ഹബിന്റെ അയിമ്മത്തുകൾ അവരെ ഒന്നും തന്നെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്നും അവരെ പിന്തുടർന്നാലാണ് നരകാവകാശികളാവുക എന്നും പറയുന്ന വിഭാഗങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ആരാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആൻ ഇവിഷയമായി പറയുന്നത് നോക്കൂ. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്തിൽ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. അല്ലാമ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും 4 മദ്ഹബുകൾ അംഗീകരിക്കുന്നവരാണ് എന്ന് കൃത്യമായി പറഞ്ഞപ്പോൾ, നമ്മുടെ മാതൃഭൂമി ബുക്സ് വർഷങ്ങൾക്ക് മുമ്പ് മുഖദ്ദിമയുടെ ഒരു പരിഭാഷ ഇറക്കുകയുണ്ടായി. അതിന്റെ പരിഭാഷകന്റെ പേര് ഞാൻ ഓർക്കുന്നത് മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവി എന്നോ മറ്റോ ആണ്. ആ മുട്ടാണിശ്ശേരിയുടെ പരിഭാഷയിൽ മാതൃഭൂമി ഇറക്കിയ ആ പുസ്തകത്തിൽ ലോകത്ത് മുഴുവൻ മുസ്ലിമീങ്ങളും 4 മദ്ഹബ് സ്വീകരിക്കുന്നവരാണെന്നും കൂടുതൽ അഭിപ്രായ വ്യത്യാസത്തിനുള്ള എല്ലാ വഴികളും അവർ കൊട്ടിയടച്ചു എന്നും പറയുന്ന ഭാഗം ട്രാൻസ്ലേഷനിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കി എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ മദ്ഹബുകൾ അംഗീകരിക്കുന്നതിന്റെ പേരിൽ, മഹാന്മാരെ ബഹുമാനിക്കുന്നതിന്റെ പേരിൽ, മുസ്ലിമീങ്ങൾക്ക് മാതൃകാ പുരുഷന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നതിന്റെ പേരിൽ ഒരു വിഭാഗം മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളായി പ്രഖ്യാപിക്കുകയും അവരെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുള്ളവരായി പ്രഖ്യാപിക്കുകയും
അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്നുവരെ എഴുതി വെക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വിഭാഗം അവര് എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, ഇന്ന് മിക്ക അറബ് രാജ്യങ്ങളുടെയും അവസ്ഥ എന്താണ്? രാജ്യങ്ങളുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. അൽ ഖായിദയായാലും ദായിഷ് ആയാലും അൽ ഖായിദ ഫിൽ മഗ്രിബുൽ ഇഫ്രീഖി എന്നാണെങ്കിലും ഇനി മറ്റ് ബോക്കോ ഹറാം തുടങ്ങിയ സംഘടനകളാണെങ്കിലും ഇവരൊക്കെ തീവ്രവാദവുമായി മുന്നോട്ട് വന്നത് ആദ്യം മുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളായി പ്രഖ്യാപിച്ച് അവരെ കൊല്ലണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ടെററിസത്തിനെതിരെ, എക്സ്ട്രീമിസത്തിനെതിരെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് യാത്ര നടത്തുകയാണ്. സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ്, സെന്റിനറിയുടെ ഭാഗമായാണ് ഇത് നടത്തുന്നത്. ആ സിറിയയിലെ, ഈജിപ്തിലെ, ലിബിയയിലെ, മൗറിട്ടാനിയയിലെ, മൊറോക്കോയിലെ, സൊമാലിയയിലെ, സുഡാനിലെ, യമനിലെ അവസ്ഥ ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടി ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ ഈ ജനലക്ഷങ്ങളെ എപ്പോഴും സമാധാനത്തിന്റെ വഴി മാത്രമേ തെരഞ്ഞെടുക്കാവൂ. ടെററിസം അത് ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയതല്ല. ടെററിസവുമായി പോകുന്ന ആളുകൾക്ക് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് എപ്പോഴും ഊന്നിപ്പറഞ്ഞുകൊണ്ട് ബോധവൽക്കരണം നടത്തിയതിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ ആ അറബ് രാജ്യങ്ങളിലൊന്നും സംഭവിച്ചതുപോലെയുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരുന്നത് എന്ന് മാത്രം പറഞ്ഞു ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ലോക്കൽ ബോഡി ഇലക്ഷനുകളിലാണെങ്കിലും, ഇനി വരാൻ പോകുന്ന നമ്മുടെ നിയമസഭാ ഇലക്ഷനിലാണെങ്കിലും, ഇനി പാർലമെന്റ് ഇലക്ഷനുകളാണെങ്കിലും വോട്ട് കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം നേരത്തെ പറഞ്ഞ തീവ്രവാദ ചിന്ത ഉള്ള ആളുകളെ, അവർ ഏത് പാർട്ടിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ കൂട്ടുപിടിക്കുന്നത് കൊണ്ട് വലിയ അപകടമാണ് ഈ രാജ്യത്തുണ്ടാവുക. അതുവഴി കേരളത്തിൽ ഇതുവരെ അന്യമായിരുന്ന തീവ്രവാദം കേരളത്തിലേക്ക് കൂടി കടന്നു വരാനും ശക്തിപ്പെടാനും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇത്തരം സമീപനം കാരണമായേക്കാം എന്ന ഭയം ഈ പ്രസംഗത്തിന്റെ അവസാനമായി നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.